വെടിവെക്കാൻ വരെ ഉത്തരവിട്ടെന്നും പറയുന്നത് അതെനിക്കറിയില്ല. അത് പോലീസിൻ്റെതായ രീതിയിൽ അതൊക്കെ ചെയ്യും. അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഞാൻ ധാരാളം ആളുകൾ റൗഡികൾ ഓരോന്നും പറയാറുണ്ട്. അതൊക്കെ പോലീസ് നോക്കിക്കോളും. പക്ഷെ വലിയൊരു മനുഷ്യവേട്ടയാണ് ഇന്നലെ വൈകുന്നേരമൊക്കെ നടന്നത്. അർജുനായിക്കായി വെടിവെക്കാൻ വരെ ഉത്തരവിട്ടെന്നും പറയുന്നത് അതെനിക്കറിയില്ല. അത് പോലീസിൻ്റെതായ രീതിയിൽ അതൊക്കെ ചെയ്യും. നാട്ടിലിറങ്ങി എത്ര ഗുണ്ടകൾ ആളുകളെ ചീത്ത വിളിക്കും, ആളുകളെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നു. അതെന്ത് ചെയ്യും? അപ്പോൾ അങ്ങനെയുള്ളവരെ എന്താ ചെയ്യുന്നത്? പോലീസ് അവർക്കൊരു രീതിയുണ്ട്, അത് അവർ ചെയ്യുന്നു. കണ്ടില്ലേ, ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തലയോട് ആദ്യത്തെ ചോദ്യം ഈ അർജുൻ ആയങ്കിയെ പറ്റിയിട്ട് ഞാൻ ചോദിക്കുകയാണ്. ഇയാളെ പിടിക്കാത്തതെന്നതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ചോദ്യം. അദ്ദേഹം മറുപടിയായി പറയുന്നത്, നാട്ടിൽ എത്രയോ ക്രിമിനൽ ഇറങ്ങി നാട്ടിലെ ജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു, മറ്റു കാര്യങ്ങളിലേക്ക് അത്രയും ഭീഷണികളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു. അങ്ങനെ വരുമ്പോൾ കേരള പോലീസ് എന്താണ് ചെയ്യുക എന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് തന്നെ ചോദിക്കുകയാണ്. അതിന് പോലീസിൻ്റേതായ രീതിയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അങ്ങനെ രീതിയിൽ മെല്ലെ പിടിച്ചാൽ മതിയോ ഈ അർജുൻ ആയങ്കിയെ വെല്ലുവിളിച്ചിരിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ സിസ്റ്റത്തെയാണ്. ആഭ്യന്തര വകുപ്പ് മന്ത്രി കേവലം മന്ത്രിയല്ല, ജനങ്ങൾ തിരഞ്ഞെടുത്ത, ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായി ജനങ്ങൾ തിരഞ്ഞെടുത്ത മന്ത്രിയാണ്. ജനങ്ങളെ ഭരിക്കുന്നതിന് വേണ്ടിയിട്ട് രാജ്യത്തെ ക്രമസമാധാനം നിയന്ത്രിക്കുന്നതിൻ്റെ ചുമതലയുള്ള മന്ത്രിയെയാണ്. ആ മന്ത്രിക്ക് നേരെയാണ് ആക്രോശം നടത്തിയിരിക്കുന്നത്. പോലീസ് വകുപ്പിലെ 2 ഉദ്യോഗസ്ഥർക്ക് നേരെ കൊലവിളി നടത്തിയിരിക്കുകയാണ്. അത്തരത്തിൽ ഉള്ള ഒരു ക്രിമിനലാണ് ഇപ്പോഴും ഒളിവിൽ പാർക്കുന്നത് എന്നുള്ളതാണ്. അത് സാവധാനം പിടിച്ചാൽ മതിയോ? ഇനി മറ്റൊന്ന്, അതാണ് ഏറ്റവും അപകടകരമായ ഒന്ന്. കാരണം അങ്ങനെ ഒന്ന് സംഭവിക്കുമ്പോൾ പിന്നെയും അടുത്ത വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. കാരണം അത് ഇങ്ങനെയാണ്. അതായത് മറ്റൊരു ചോദ്യം ചോദിക്കുകയാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയോട്. അതെ, ഈ അർജുൻ ആയങ്കിയെ വെടിവെക്കാൻ വേണ്ടിയിട്ട് ഉത്തരവിട്ടിരുന്നു. മറുപടി വരുന്നത്, അർജുൻ ആയങ്കിയെ വെടിവെക്കാൻ ഉത്തരവിട്ടതിനെ പറ്റിയിട്ട് എനിക്കറിയില്ല എന്നതാണ്. എനിക്കറിയില്ല എന്ന ആഭ്യന്തരമന്ത്രി, അതും ഇത്രയേറെ വലിയ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയം ആഭ്യന്തര വകുപ്പ് മന്ത്രി അറിയില്ല എന്ന് പറയുമ്പോൾ അത് വലിയ പ്രശ്നമാണ്. കാരണം നാളെ ഇതിലും വലിയ പ്രശ്നങ്ങൾ, സരിത പോലത്തെ പ്രശ്നങ്ങൾ വരുവാൻ ഇടയുണ്ട്. അത്തരം വിഷയങ്ങൾ വരുമ്പോഴും ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇതേ രീതിയിൽ പ്രതികരിച്ചാൽ നാട്ടിൻ്റെ സുരക്ഷ എങ്ങോട്ടായിരിക്കും പോകുക? സുഗതനുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ആ ആഭ്യന്തര വകുപ്പിൽ നിന്ന് ഒരു കത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്ക് പോയപ്പോൾ അതും ആഭ്യന്തര വകുപ്പ് മന്ത്രി അറിഞ്ഞില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിൽ വിഷയങ്ങൾ അറിയാതിരിക്കുന്നത്, അതും സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വിഷയങ്ങൾ അറിയാതിരിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങേയറ്റം വലിയ കൃത്യവിലോപമായിട്ട് മാത്രമേ കണക്കാക്കുവാൻ കഴിയുള്ളൂ. തീർച്ചയായിട്ടും അദ്ദേഹം പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഈ വകുപ്പിൻ കീഴിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിൽ നമ്മൾ കണ്ണടയ്ക്കാൻ ശ്രമിച്ചാൽ. ജനങ്ങളുടെ പ്രതിനിധിയാണ് താങ്കൾ. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വേണ്ടി അത്യധികം ജാഗ്രതയോടുകൂടി ഇത്തരം വിഷയങ്ങളെ സമീപിക്കേണ്ടതുമാണ്. ഇനി അത് മാത്രമല്ല പ്രശ്നം, അർജുൻ ആയങ്കിയെ പോലുള്ള ആൾക്കാർ ഇങ്ങനെ സ്വൈരമായി ഇത്തരം കുറ്റകൃത്യങ്ങൾ നടത്തിയതിന് ശേഷം സ്വൈരമായി വിഹരിക്കുമ്പോൾ രാജ്യത്തിന്, അത് നാട്ടിന് വലിയ ആപത്ത് തന്നെയാണ്. അത്തരമൊരു പ്രതിയെ ഏതെങ്കിലുമൊക്കെ ഇടതുപക്ഷ നേതാക്കന്മാരുടെ പിന്തുണയാൽ ഇവരിങ്ങനെ വിഹരിക്കുമ്പോൾ പോലീസിനകത്ത് ഇയാളുടെ സ്വാധീനമാണ് പുറത്തേക്ക് വരുന്നത്. അതായത് ഭരണം പ്രത്യക്ഷത്തിൽ മാറിയെങ്കിലും പരോക്ഷമായി മാറിയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഭരണം പരോക്ഷമായി മാറിയിട്ടില്ല എങ്കിൽ ഭരണത്തിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നത് ഇടതുപക്ഷത്തിനായിരിക്കും. പ്രത്യക്ഷത്തിൽ അതിൻ്റെ പഴി കേൾക്കുന്നത് UDF-നും ആയിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പോലീസിനകത്ത് ഇത്തരത്തിലുള്ള ആൾക്കാരുണ്ട് എങ്കിൽ തീർച്ചയായും അവരെ സ്ഥലം മാറ്റേണ്ടതാണ്. അല്ലെങ്കിൽ അത്തരം ക്രമസമാധാനവുമായി ബന്ധപ്പെട്ട ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതാണ്.
അങ്ങനെയെങ്കിൽ മാത്രമേ രാജ്യത്തിൽ സമാധാനം കൊണ്ടുവരുവാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്രിമിനലുകൾ വീണ്ടും വീണ്ടും നാട്ടിൽ വളരുന്ന സവിശേഷമായ ഒരു സാഹചര്യം തന്നെ ഉണ്ടാകും. അർജുനായങ്കിമാർ നിരവധിയായി നിരത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കേരളത്തിലെ ജനതയ്ക്ക് അത് വലിയ ബുദ്ധിമുട്ട് തന്നെ വരുത്തി വയ്ക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അർജുനായങ്കിമാരും ആകാശ് തില്ലങ്കേരിമാരും കൃമാണി മനോജും ഷാഫിയും കൊടിസുനിയും ഒക്കെ കേരളത്തിൽ പൂന്തു വിളയാടിയിരുന്നത് ഇടതുപക്ഷത്തിൻ്റെ സമയത്താണ്. കാരണം അവർ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകരാണ്. അവർ ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വിനിയോഗിക്കപ്പെടുന്നത് എന്നത് മാത്രം. ചില ആൾക്കാരെ കൊല്ലുവാൻ, പാർട്ടി മാറിയ ആൾക്കാരെ 51 വെട്ടുവെട്ടി കൊല്ലുവാൻ, അവരെ ഉന്മൂലനം ചെയ്യുവാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം ഇത്തരം ആൾക്കാർ ഉപയോഗിക്കുന്നത് എങ്കിൽ അത്തരം ആൾക്കാരെ തീർച്ചയായിട്ടും ഇടതുപക്ഷം സംരക്ഷിക്കും. പക്ഷേ ആ സംരക്ഷണത്തിന് ഒരു പിന്തുണ കൊടുക്കുകയോ അതിനൊരു എസ്കോർട്ട് കൊടുക്കുകയോ ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്വം UDF ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും UDF ഭാഗത്ത് നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ആഭ്യന്തരമന്ത്രി ആഭ്യന്തര വകുപ്പിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത്തരം കൊടും ക്രിമിനലുകളെ ഉന്മൂലനം ചെയ്യുക തന്നെ വേണം. അതിന് അദ്ദേഹത്തിന് വേണമെങ്കിൽ യോഗി ആദിത്യനാഥിനെ മാതൃകയാക്കാവുന്നതാണ്. അദ്ദേഹം ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഇന്ന് UPയിൽ സ്വതന്ത്രമായി സഞ്ചരിക്കുവാൻ കഴിയും. അത് ആണിനും പെണ്ണിനും രാത്രിയും പകലും സ്വതന്ത്രമായി യാത്ര ചെയ്യുവാൻ കഴിയും. ഏത് പാതിരാത്രി വേണമെങ്കിലും അത്തരത്തിലുള്ള യാത്രകൾ ചെയ്യുവാനുള്ള സാധ്യതകൾ UPയിലുണ്ട്. ഉത്തർപ്രദേശിൽ രാത്രിയിൽ 11-15 സമയം ഡ്രൈവ് ചെയ്യുക. പണ്ടൊക്കെ ആണെങ്കിലേ, അതായത് 10 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ആണെങ്കിലേ, നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു വൈകുന്നേരം 5-6 മണിക്കൊക്കെ മുന്നേ 6 മണിക്കൊക്കെ മുന്നേ റൂമെടുത്ത് സ്റ്റേ ചെയ്യും. കാര്യം പേടിയാണ്, ടെൻഷനാണ്. വൈകുന്നേരം ആകുമ്പോൾ തന്നെ ഒറ്റ ചിന്തയേ ഉണ്ടാവുള്ളൂ, സമയത്തിന് ഹോട്ടൽ കിട്ടണമെന്നുള്ളത്. സേഫായിട്ടൊരു സ്ഥലത്ത് നിൽക്കുക. സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പേടിയില്ല ഇവിടെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് കേൾക്കുമ്പം പലരും വിചാരിക്കും ഇവരെന്താണ് ഇങ്ങനെ പറഞ്ഞത്. ഇത് അനുഭവമാണ്. 10-12 വർഷമൊക്കെ മുന്നേ നമ്മൾ UPയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പേടിച്ചുകൊണ്ട് വൈകുന്നേരം ഹോട്ടൽ എടുക്കും. പക്ഷെ ഇപ്പോൾ രാത്രിക്ക് ഈ 11:15 ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് യാതൊരുവിധ ഭയം ഉള്ളത് തോന്നുന്നില്ല. സിസ്റ്റം അങ്ങനെ നമുക്ക് പുറത്ത് എവിടെയും ഇറങ്ങി നടക്കാം, എവിടെയും സംസാരിക്കാം, ഒരു കുഴപ്പമില്ല. കണ്ടില്ലേ, ഇത് കേരളത്തിലെ ഒരു വ്ളോഗർ പറയുന്നതാണ്, അല്ലാതെ ഉത്തർപ്രദേശുകാരൻ പറയുന്നതല്ല. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. കൊല്ലങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ യോഗി ആദിത്യനാഥ് അവിടെ ഭരണത്തിൽ വരുന്നതിന് മുന്നേ ഉത്തർപ്രദേശിൽ രാത്രികാലങ്ങളിൽ സഞ്ചരിക്കുവാൻ സാധിക്കില്ലായിരുന്നു. സന്ധ്യയാകുന്നതിന് മുന്നേ തന്നെ ഏതെങ്കിലും ഹോട്ടലുകളിലേക്ക് ചേക്കേറേണ്ടതുണ്ട്. അല്ലെങ്കിൽ വൈകുന്നേരമാകുമ്പോൾ തന്നെ ടെൻഷനാണ്, ഇനിയൊരു റൂം കിട്ടുമോ ഇല്ലയോ എന്നതിനെപ്പറ്റി. രാത്രി സഞ്ചരിക്കുവാൻ പറ്റില്ല. രാത്രി സഞ്ചരിച്ചാൽ ആക്രമിക്കപ്പെടും. പക്ഷേ ഇപ്പോൾ സ്ഥിതി മാറി. ഏത് പാതിരാത്രിയിലും ഉത്തർപ്രദേശിലൂടെ സഞ്ചരിക്കുവാൻ കഴിയും. അത്തരത്തിൽ ഉത്തർപ്രദേശിനെ മാറ്റിയെടുക്കുവാൻ കഴിഞ്ഞു. അത്തിഖ് റഹ്മാനും മുക്താർ അബ്ബാസ് അൻസാരിയും ഒക്കെ ഭരിച്ചിരുന്ന ഉത്തർപ്രദേശ് അല്ല, അവരുടെ ഗുണ്ടാ സംഘങ്ങൾ ഭരിച്ചിരുന്ന ഉത്തർപ്രദേശ് അല്ല ഇപ്പോഴത്തെ ഉത്തർപ്രദേശ്. ആ ഉത്തർപ്രദേശിനെ മാറ്റിയെടുത്തു. വലിയ രീതിയിൽ ഈ ഗുണ്ടാ സംഘങ്ങളെ അമർച്ച ചെയ്യുവാൻ കഴിഞ്ഞു. അങ്ങനെ ഈ ഉത്തർപ്രദേശിനെ മനുഷ്യവാസയോഗ്യമാക്കി. പീഡനക്കാർ നിരങ്ങുന്ന ഉത്തർപ്രദേശ് അല്ല ഇപ്പോഴത്തെ ഉത്തർപ്രദേശ്. അഖിലേഷ് യാദവും മുലായം സിംഗ് യാദവിൻ്റെയും ഒക്കെ കീഴിൽ നിരവധി ഗുണ്ടാ സംഘങ്ങൾ ഉണ്ടായിരുന്നു. ആ ഗുണ്ടാ സംഘങ്ങളല്ല ഇന്ന് ഉത്തർപ്രദേശ് ഭരിക്കുന്നത്. അവിടെ സാധാരണ ജനങ്ങൾ തിരഞ്ഞെടുത്ത യോഗി ആദിത്യനാഥാണ് ഭരിക്കുന്നതെന്നാണ്. അത്തരത്തിൽ ഉത്തർപ്രദേശ് പോലെ ഒരു മനുഷ്യവാസത്തിന് വളരെയധികം അനാർക്കിയൽ സ്റ്റേറ്റ് ആയിരുന്നു ഉത്തർപ്രദേശ്. അതായത് ഒരു അരാജകത്വം നിറഞ്ഞ സംസ്ഥാനമായിരുന്നു. അങ്ങനെ ഒരു സംസ്ഥാനത്തെ ഈ രീതിയിൽ വളരെ മാതൃകാപരമായി മാറ്റിയെടുത്തുവെങ്കിൽ അത് യോഗി ആദിത്യനാഥ് മുന്നിട്ടിറങ്ങിയത് കൊണ്ടാണ്. ആഭ്യന്തര വകുപ്പിനെ അത്ര ശക്തമായ രീതിയിൽ മുൾമുനയിൽ നിർത്തി പ്രവർത്തനം കാഴ്ചവെച്ചതുകൊണ്ടാണ്. അവിടെയും പോലീസ് ഇതുപോലെ വർഷങ്ങൾ കൊണ്ടുള്ള ഭരണത്തിന് കീഴിൽ കഴിഞ്ഞപ്പോൾ അവിടെ അവരുടെ മുറയിൽ തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയെത്തി. ക്രിമിനലുകൾക്ക് കീഴിൽ കഴിയുന്ന പോലീസ് സംവിധാനമായി ഉത്തർപ്രദേശ് മാറിയിരുന്നു. എന്നാൽ ഇന്ന് ഉത്തർപ്രദേശ് അങ്ങനെയല്ല. ഉത്തർപ്രദേശിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. അതുപോലുള്ള മാറ്റങ്ങൾ കേരളത്തിലും സംഭവിക്കണം. കേരളത്തിലെ ജനതയ്ക്ക്
ഗുണ്ടകളെ ഭയക്കാതെ തെരുവിലൂടെ ഇറങ്ങി സഞ്ചരിക്കുവാൻ കഴിയണം. ഇന്ന് പലപ്പോഴും എറണാകുളത്തിൻ്റെ അവസ്ഥ ഇത്തരത്തിലല്ല എന്നുള്ളതാണ്. എപ്പോൾ വേണമെങ്കിലും തങ്ങൾക്ക് ആക്രമണം നേരിടാം എന്ന രീതിയിലാണ് അവിടെ കാര്യങ്ങൾ പോകുന്നത്. കേരളം അങ്ങനൊരു പശ്ചാത്തലത്തിന് കീഴിൽ കഴിയേണ്ട സംസ്ഥാനമല്ല. വളരെയധികം ജനാധിപത്യ ബോധമുള്ള, സാക്ഷരരായ, വിദ്യാഭ്യാസമുള്ള ആൾക്കാർ കഴിയുന്ന ഇടമാണ്. അതുകൊണ്ട് തന്നെ ആഭ്യന്തര വകുപ്പ് വളരെ ജാഗ്രതയോടുകൂടി ഈ വിഷയത്തെ കാണേണ്ടത് തന്നെയാണ്. അല്ലാതെ തൻ്റെ വകുപ്പിന് കീഴിൽ വരുന്ന കാര്യങ്ങളെക്കുറിച്ച് തനിക്കറിയില്ല എന്ന് പറയുന്ന ഒരു ആഭ്യന്തരമന്ത്രി ഒരു കാരണവശാലും രാജ്യത്തിന്, നാട്ടിന് അഭിലഷണീയമേ അല്ല. രമേശ് ചെന്നിത്തല അത്തരത്തിൽ ഉത്തരവാദിത്തരഹിതം ആയി പ്രവർത്തിക്കുന്ന ഒരാളല്ല. ദീർഘനാളത്തെ പ്രവർത്തന പരിചയമുള്ള, വളരെ പഴക്കമുള്ള കോൺഗ്രസിൻ്റെ നേതാവാണ്. തീർച്ചയായിട്ടും താങ്കളെപ്പോലുള്ള ആൾക്കാർ ഈ നാട്ടിന് ഏറ്റവും പ്രാധാന്യമുള്ളവരാണ്. വളരെയധികം പ്രവർത്തന പരിചയമുള്ള താങ്കളെപ്പോലുള്ള ആൾക്കാരിൽ നിന്ന് ഇതിലും കൂടുതൽ കാര്യങ്ങൾ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.